മനുഷ്യന്റെ വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്ന ഒരുപക്ഷെ കേരളത്തിലെ അവസാനത്തെ ക്രൈസ്തവ മുഖ്യമന്ത്രി ആയിരിക്കും അദ്ദേഹം എന്നായിരുന്നു. A.J. ജോണിന് ശേഷം ഞാൻ ക്രൈസ്തവനാണെന്ന് സമ്മതിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ അദ്ദേഹമുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം ഒളിച്ചു വെക്കുന്ന ഒന്നായിരുന്നില്ല. അദ്ദേഹം പിന്നെ അവിടെ പുതുപ്പള്ളിപ്പള്ളിയിൽ ഞായറാഴ്ച ഉണ്ടെങ്കിൽ അദ്ദേഹം ഗീവരസിനാളുടെ നടയിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ മാത്രമല്ല, തൊട്ടിപ്പുറത്ത് യാക്കോബായക്കാരുടെ പള്ളിയുണ്ട് മണർകാട്, ആ പള്ളിയിലും അദ്ദേഹം പ്രാർത്ഥിക്കും. ഈ ഒരു പക്ഷേ ഗീവരസിനാളിനോട് വലിയ ഭക്തനായിരുന്നെങ്കിലും മാതാവിനോടുള്ള അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനും ഒക്കെയുള്ള ഭക്തി ഈ രോഗത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നത് മാതാവ് രക്ഷിക്കും, മാതാവ് രക്ഷിക്കുന്ന, ചിലപ്പോൾ ഈശോയെ രക്ഷിക്കുന്നെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി പോലും ഉണ്ട് അല്ലേ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്ര ഉറച്ച ദൈവവിശ്വാസമായിരുന്നു അവർക്കുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണെന്ന് പറയുന്നില്ല, അദ്ദേഹം ഒരു തർക്കവും കാണിച്ചില്ല. 1971 കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നുണ്ട്. ഈ കോളേജ് സമരം ജോർജിന് അറിയാം, കോളേജ് സമരമൊക്കെ നടന്ന കാലം. അന്ന് KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും വിപ്ലവം പറയണം, മെത്രാന്മാരെ അച്ഛന്മാരെ കുറ്റം പറയണം, ന്യൂനപക്ഷാവകാശങ്ങൾക്കെതിരെ ഒക്കെ അവർ സംസാരിച്ച കാലം. അന്ന് ഉമ്മൻചാണ്ടി മിതത്വം പാലിച്ചു. ഉമ്മൻചാണ്ടി അവർ പറഞ്ഞൊക്കെ എതിരാന്നും പറഞ്ഞൊന്നും വന്നിട്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ഒരിക്കലും ഇവരെ തല്ലണം, ഇവരെ കെട്ടണം, അങ്ങനെയൊന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് ചില കാര്യങ്ങൾ അദ്ദേഹം സപ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒന്നും എതിര് പറഞ്ഞില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ ശ്രീ ടി പ്രസാദ്, ഈ കണ്ണൂർ വെച്ച് അദ്ദേഹത്തിന് കല്ലേറുണ്ടായപ്പോൾ സാധാരണ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ കേരളം പിറ്റേ ദിവസം കത്തിയേനെ. പക്ഷേ അതിന്റെ പേരിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും അദ്ദേഹം അനുവാദം സമ്മതിച്ചില്ല. അല്ല, അദ്ദേഹത്തിന് അതായത് ജനങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് ആരാ ബുദ്ധിമുട്ടുന്നത്? പാവപ്പെട്ട മനുഷ്യരാ ബുദ്ധിമുട്ടുന്നത്. പ്രതിഷേധം പറഞ്ഞില്ലേ, പ്രശ്നം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രശ്നം ഊതി കത്തിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കും. പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്, അതാണ് ഉമ്മൻചാണ്ടി പറയുന്നത്.